റേഷൻ ഡോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ജസ്റ്റ് സേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം പല ആൾക്കാരും ഈ പറഞ്ഞ കണക്ക് വാലും തലയൊന്നും ഇല്ലാത്ത രീതിയിൽ ഇവർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞതിനെ തുടർന്ന് ഓരോരുത്തരും അവരവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തരെ അവിടെ പിടിച്ചിടുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ പറഞ്ഞ കണക്ക് ചില ആൾക്കാരുടെ ഫാൻസുകാർ മമ്മൂക്കയുടെ ഒരു എഡിറ്റഡ് വീഡിയോയായിട്ട് ഒരു എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനും ആ വീഡിയോ കണ്ടിരുന്നില്ല. ഇന്നലെയാണ് ഞാൻ ആ വീഡിയോയെക്കുറിച്ച് കാണുന്നത്. ഇന്നലെ ഞാൻ മനോരമ ഓൺലൈൻ്റെ ഇത് നോക്കുന്ന സമയത്ത് അതിനകത്ത് അവരാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ഫാക്റ്റ് ചെക്ക് എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പം അവർക്ക് മനസ്സിലായി അത് ഒറിജിനൽ വീഡിയോയുടെ 13-ാം മിനിറ്റ് കഴിഞ്ഞിട്ട് അവതാരക ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അവരുമായിട്ട് ആതിര എന്ന് പറയുന്ന ദാദാ സാഹിബ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന നടിയോട്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഉത്തരം, അതായത് ആ ഭാഗത്ത് അതിനുശേഷമാണ് ആരോ എഡിറ്റ് ചെയ്ത് എന്തോ മമ്മൂക്കയ്ക്ക് മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു വീഡിയോ തന്നെ നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. ഇത് ചില ആൾക്കാരുടെ പരിപാടി. കാര്യം ഇഷ്ടപ്പെടുന്ന നായകൻ നമ്മൾ പറഞ്ഞ ചെസ് നമ്പർ എന്ന് പറയുന്ന കണക്ക് ഓരോ ചെസ് നമ്പർ ഇട്ട് നിരന്ന് നിൽക്കുക ഈ സമൂഹത്തിൻ്റെ മുമ്പിലോട്ട് യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തുന്ന രീതിയിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നാളെ അവരിഷ്ടപ്പെടുന്ന നടനോട് അങ്ങനെ നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ മമ്മൂക്കയും കൂടെ ആ കൂട്ടത്തിലൊന്ന് പിടിച്ചിടാമെന്ന് വിചാരിച്ചിട്ട് ഓരോരുത്തന്മാർ കാണിക്കുന്ന പരിപാടിയാണ്. കഴിഞ്ഞ കുറേ കാലത്തിന് മുമ്പ് നമ്മൾ കണ്ട മമ്മൂക്കയുടെ ചിത്രം മോർഫ് ചെയ്ത് അദ്ദേഹത്തിന് കൂടുതൽ പ്രായം ഉണ്ടാക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോസ് കൊണ്ടൊന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. അങ്ങനെ അദ്ദേഹം എന്തെങ്കിലും പറയുന്നതിനകത്തെ പിടിച്ചിട്ട് അത് കൂടുതൽ വിവാദങ്ങളാക്കി തീർക്കുക. ഇങ്ങനെ കുറേ അവന്മാരുടെ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അവൻ്റെയൊക്കെ പരിപാടി ഇതാണ്. അതായത് ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് മമ്മൂക്കയും കൂടെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം നേരിടുന്ന ഒരാളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ ശ്രമങ്ങളവന്മാരുടെ. ഞാൻ ചോദിക്കുന്നത്, ഇവനൊക്കെ ഇഷ്ടപ്പെടുന്ന നായകന്മാർ ചെയ്യുന്നത് വൃത്തികേടാണെന്ന് അറിയാമെങ്കിൽ പിന്നെ എന്തിനാ അവനെയൊക്കെ ഇഷ്ടപ്പെടുന്നത്? അവനെയൊക്കെ അങ്ങ് വിട്ടുകൂടായോ? പിന്നെ മാന്യമായിട്ടുള്ള ആൾക്കാരെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ നാണം കെട്ട സമൂഹത്തിന് മുമ്പിൽ ആ നടനെ പോലെ തന്നെ ഇവർ കൂടെ നിൽക്കേണ്ടെന്ന അവസ്ഥ വരത്തില്ലല്ലോ. അവരിഷ്ടപ്പെടുന്ന നടൻ ആരായാലും, ഞാൻ ഒരാളെയല്ല പറയുന്നത്, ഇഷ്ടപ്പെടുന്ന നടൻ ആരായാലും. അപ്പോൾ അതിനൊക്കെ ഈ പറഞ്ഞ കണക്കൊരു ഇപ്പുറത്ത് അയാളുണ്ടെങ്കിൽ ഇപ്പുറത്ത് മമ്മൂക്കയും കൂടെ നിൽക്കട്ടെ എന്നുള്ള രീതിയിൽ എഡിറ്റ് ചെയ്തുകൊണ്ട് വരുന്ന ഇവനെയൊക്കെ പിടിച്ച് അകത്തിടുകയാണ് വേണ്ടുന്നത്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ വരെ നമുക്ക് പറയാമായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അമ്മ സംഘടന എന്താണ്, ഉറങ്ങിപ്പോയോ, എന്താ ചെയ്യാത്ത, എന്താ നടപടി എടുക്കാത്തതെന്ന്. ഇപ്പം ചെയ്യേണ്ടെന്ന് നമ്മൾ പറയുന്ന കണക്ക് ഈ അമ്മ സെക്രട്ടറിയുടെ ജനറൽ സെക്രട്ടറി തന്നെ ബോർഡിൽ അദ്ദേഹം തന്നെ കയറി നിൽക്കുകയാണ്. അതായത് അദ്ദേഹം തന്നെ ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുക. ഇനിയിപ്പം അമ്മ സംഘടനയ്ക്ക് ഒരു തലയില്ലാത്തെന്ന് പറഞ്ഞ അവസ്ഥയിലേക്കായി. ജനറൽ സെക്രട്ടറി തന്നെ ആരോപണം നേരിടുന്ന അവസ്ഥയിൽ ഇനി ആരാണ് സംഘടനയ്ക്ക് വേണ്ടി പരാതി കൊടുക്കുന്നത്? ലാലേട്ടൻ എന്തായാലും ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിനകത്ത് ഒരു പരാതി കൊടുക്കാൻ വേണ്ടി സമൂഹം മധ്യത്തിലോട്ട് ഇറങ്ങി വന്ന് പരാതി കൊടുക്കത്തക്ക രീതിയിലുള്ള ധൈര്യമൊന്നും ലാലേട്ടനില്ല. പുറകിലിരുന്നുണ്ടെങ്കിലും ആരെങ്കിലും കൊണ്ട് പരാതി കൊടുപ്പിക്കുന്നതല്ലാതെ അദ്ദേഹം അത് പരാതി കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പിന്നെ ആരാ പരാതി കൊടുക്കുന്നത്? അപ്പോൾ ആരുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നേരിടണമെങ്കിൽ ഈ മമ്മൂക്ക തന്നെ മുന്നോട്ടിറങ്ങണം. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അദ്ദേഹം അവഗണിച്ചു വിടുന്ന പരിപാടിയാണ്. പക്ഷേ എന്നാലും വളരെ മോശമായിട്ടുള്ള പരിപാടിയാണ് ചില വൃത്തികെട്ട ഫാൻസിൻ്റെത്. എന്തായാലും ഈ മനോരമ ഓൺലൈൻ എനിക്ക് തോന്നുന്നു അതിനകത്ത് അവർ ആ ലേഖനം വളരെ വിശദമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അതായത് ആ അഭിമുഖത്തിൻ്റെ ഒറിജിനൽ ഭാഗം, യഥാർത്ഥ ഭാഗം അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, മനോരമ ഓൺലൈൻ്റെ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഞാനത് വായിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനിടയ്ക്കാണ് ഈ ഓരോ കുത്തിത്തിരിപ്പുമായിട്ട് ഓരോമാർ വരുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ആൾക്കാരെ തിരിച്ചറിയുക. മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് ഇനി എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചാലും അദ്ദേഹം ആരാന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാലും ഈ പറഞ്ഞ കണക്ക് ഒരു എഡിറ്റഡ് വീഡിയോ അല്ലെങ്കിൽ എഡിറ്റിംഗ് വീഡിയോ ഉണ്ട് എന്നറിഞ്ഞതുകൊണ്ട് മാത്രം ഒരു വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നതിനെക്കുറിച്ച് താങ്ക് യു.